ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഉറക്കം എണീറ്റുള്ളൂ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി ഫ്രഷ് ആവണം. മതി അങ്ങനെ പല്ലൊക്കെ തെച്ച് ഫ്രഷ് ഇനി ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അത് തന്നെ. ഇപ്പോൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി തുണിയും കഴുകി വരണം. എക്സസൈസും ചെയ്ത് കഴിഞ്ഞു. കുറച്ച് നേരം ചെയ്യുള്ളൂ, 10-15 മിനിറ്റ്. ബോഡി ഒന്ന് വാമപ്പാക്കിയത് കുറേ നാളായി ചെയ്തിട്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാതെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് യെസ് പോകണം. തുണിയൊക്കെ പോയി കഴുകി തരണം. ഫുഡ് വന്നതിന് ശേഷം കഴുകി പമ്പൊക്കെ ഓണാക്കിയിട്ട്, അതാണ് നല്ലത്. എന്നെ പോട്ട് ഇങ്ങനെ നോർമൽ. ഇനി എങ്ങനെയില്ലെങ്കിലും 1-2 മണിക്കൂർ എടുക്കും, 1.5 മണിക്കൂറുള്ള എടുക്കും പമ്പ് സ്റ്റാർട്ടാവും. അത് ഇനി വെയിറ്റ് ചെയ്യും. പണി കൊടുത്തു അതിൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു. എല്ലായിടവും പണി കിട്ടി കിടക്കും. പൊന്നോ, ഇന്ന് കട്ട ഓട്ടം എല്ലാവർക്കും. ഒരു സ്ഥലത്ത് പൈപ്പ് പൊട്ടി, അല്ല പമ്പിനകത്തുനിന്നുള്ള അവിടുത്തെ വെള്ളം പൈപ്പ് എന്തോ പൊട്ടി ലീക്ക്. എൻ്റെ വീഡിയോ എനിക്ക് ഇനിയിപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ അതും കൂടി ഞാൻ അറ്റാച്ച് ചെയ്യും. കിട്ടിയ എനിക്കിപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെവിടുത്തെ നോക്കാൻ ഒരുത്തൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ്റെ അടുത്ത് സംഭവം ഇവിടുത്തെ മിസ്റ്റേക്കാണ്. ഇവിടെ സ്കാഡ കറക്റ്റായിട്ട് കാണിക്കണില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു 1 മീറ്റർ ആകുമ്പോൾ പറയാൻ പറഞ്ഞു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംഭവം അത് വന്നിട്ടും നമ്മളതിൽ കാണിക്കണില്ല. 1 മീറ്ററൊന്നും പോയില്ല. എപ്പോഴും 4.77 അങ്ങനെ തന്നെ, 73 അങ്ങനെ തന്നെ നിൽക്കും. എന്നാൽ നമ്മൾ ഔട്ട്ലെറ്റ് പോയപ്പോൾ ഇവൻ ഫോട്ടോ ഔട്ട്ലെറ്റ് പോകണം നിന്നപ്പോൾ 0 ആയി. ഇവൻ ഫോട്ടോ മാത്രമേ അയച്ചു കൊടുത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് വിളിച്ചു പറയേണ്ട കാര്യം വരുന്നത് അതും ചെയ്തില്ല. ഇതങ്ങനെ അതിൻ്റെ ചെറിയൊരു പ്രശ്നം പറ്റൂല. അത് കഴിഞ്ഞു പോയി. കഴിഞ്ഞൊന്നും പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി അതിൻ്റെ പ്രഷർ തന്നെ യെസ് ഇത്തിരി പാടി തന്നെ ഇരിക്കുന്നു. പിന്നെ ഞാൻ പോയി ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നു. ഒന്നും എടുത്തിട്ട് കാര്യമില്ല, കാരണം മുട്ട തന്നെ കഴിക്കുന്നത്. അപ്പോഴത്തേക്കും ഫോണും ഒന്ന് ചാർജിനിട്ട് ഫോണും ചാർജ് ചെയ്യാറായി. എത്ര ആയപ്പോൾ ഓഫായെന്ന് പറഞ്ഞു. അതായത് ഇല്ല, ഞാൻ വീഡിയോ ബാക്ക് കാണിച്ചു തരാം. നമുക്ക് ലെവൽ ഇത് കറക്റ്റല്ല. ഇത് ആ സമയത്ത് ക്ലോസ് ആയ സമയത്ത് 4.something ആയിരുന്നു. ഇത് ഏതാണ് കറക്റ്റാണെന്ന് ഒരു പിടിയില്ല. ഒന്നും കറക്റ്റല്ല ഇതിൽ കാണിച്ചിരിക്കുന്നു. നോക്കാൻ പറഞ്ഞ് ഈ ഏകദേശം 5:50 എത്ര ആയപ്പോൾ ഇൻലെറ്റ് പറഞ്ഞത് നിന്നായിരുന്നു. ഇൻലെറ്റ് പറഞ്ഞത് നിന്നായിരുന്നു. അപ്പോഴത്തേക്കും ഇവ എന്തിന് ചെയ്ത് ഇവ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് പുള്ളിയെ കോൾ വിളിച്ച് പറഞ്ഞില്ല. ജസ്റ്റ് കോൾ വിളിച്ച് പറയേണ്ട കാര്യമായിരുന്നു. ഹലോ അണ്ണാ, മെയിൻ്റെനൻസ് നടക്കണം. ഇത് സെക്യൂരിറ്റികളിൽ പൈസ കൊടുത്ത് നടത്തുന്നത് അവരാ, കമ്പനി ടീംസ് അല്ല. സ്വന്തം പൈസ കൊടുത്തിട്ട് നടത്തുന്നതാണ്. ഇനിയിപ്പോൾ ഇതായല്ലേ, സീസൺ വരെയല്ലേ, തണുത്ത് നടഞ്ഞ്. അവർ ഇന്നത്തെ പണി ചെയ്യുന്നു. പണിസാധനം വെച്ചിട്ട് അവർ പോകുന്നു. സെക്യൂരിറ്റി ഡോർ കൊടുക്കാൻ പിന്നെ ഇതും വെച്ചിട്ട് ഫുഡ് റെഡിയാക്കി ഫോൺ പോയി ചാർജിനെടുത്ത് പോയി ഫുഡ് കഴിക്കുന്നത് തന്നെ റെഡിയാക്കി വെച്ചിന് കഴിക്കാൻ. അങ്ങനെ വേണ്ട, ഇതും കഴിക്കണം. തിരിച്ചു പോയി അവിടെ നിന്ന് ഒരു ചൂട് ഞാൻ മേടിക്കുന്നു.
ഫുഡ് കഴിച്ചിന്ന് വെള്ളം കൂടി സെറ്റായി. ഇനി നേരെ അങ്ങ് അവിടെ പോകും. ഒരു പമ്പ് ഓണാക്കണ്ട, അതിൻ്റെ ഒരു വിഷയത്തിൽ നിൽക്കുന്നു. അവിടെ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നു, ഷട്ട് ഡൗണാണ്. ഇന്ന് പമ്പ് ഓണാക്കേണ്ടി വരില്ല. വെള്ളം പോണില്ല, നമ്മളവിടെ നിറഞ്ഞു കിടക്കുന്നു. വട്ടാണ് ഒരു പിടിയില്ല. നീ പോയി ചെടിക്ക് വെള്ളം ഒഴിച്ചോ. ഗ്യാസ് ഓണാക്കിയാലേ ഇവിടെ ഇരിക്കേണ്ടി വരും കുറച്ച് നേരം. തുറന്നു കഴിഞ്ഞാൽ പ്രഷർ കൂട്ടിയേ തുറക്കുള്ളൂ. അതിന് നമ്മൾ സെറ്റായിട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ടീമിൻ്റെ പുള്ളി ഇവിടെ എപ്പോഴും പറഞ്ഞാണ് സെറ്റാക്കി വെള്ളം ഒഴിച്ച് ഇവിടെയൊക്കെ ഇട്ടിരുന്നു. അടി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് നമ്മളെ ലെവലിൽ നിറഞ്ഞു. അതാണ് പറ്റിയായിട്ട് പറഞ്ഞാൽ ഡ്യൂട്ടി കയറാൻ പോകുന്നു. പമ്പോൺ ചെയ്തില്ല. അവർക്ക് വേറെ സൈറ്റ് വഴി വെള്ളം പോകും. നമ്മൾ ഇവിടെ നിന്ന് മാത്രമല്ലല്ലോ ഡയറക്റ്റ് പോകണം, അതിന് ബൈപ്പാസൊക്കെ ഉണ്ട് വേറെ. അങ്ങനെ അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് വേറെ ഒന്ന് തുറന്നു കൊടുക്കും. പിന്നെ കുഴപ്പമില്ല. അവിടെ മെയിൻ സ്ഥലത്ത് എന്തോ ലീക്കായത്, BPS 5 തോന്നുന്നു പ്രശ്നം. കുറച്ചും കൂടി ഒരു 5 മിനിറ്റും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കിട്ടിയേനെ അടിപൊളിയായിട്ട്. ഈ സമയത്ത് കറക്റ്റാണെന്ന് വിചാരിച്ചാണ് ഈ സമയത്ത് വന്നത്. ആ പോട്ടിൻ്റെ ഇനി പോയി ലൈറ്റൊക്കെ ഓണാക്കണം. അതെ, അങ്ങനെ ഒന്ന് RPM ഒക്കെ കുറയ്ക്കാണ്ട് കുറച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാണ്ട് നോക്കട്ടെ എന്തിനൊക്കെ ചെയ്യണോ. ഇത് ഫിക്സ് ചെയ്തെന്ന് തോന്നുന്നു. അവർ ഇൻലെറ്റ് തുറന്നു, പക്ഷേ അതിൽ മെയിനായിട്ട് പോകേണ്ട സ്ഥലത്തോട്ടുള്ളത് തുറന്നിട്ടില്ല. അവരാ ടാങ്ക് ഒന്ന് ഫുള്ളാക്കി വയ്ക്കാൻ വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. അത് 241. ഇനി ശാല RPM കൂട്ടിയാൽ മതിയായിരുന്നു, ഒരു പമ്പ് ഓണാക്കേണ്ടി വന്നില്ല. നമ്മൾ അല്ലെങ്കിൽ 888 വെച്ചിരിക്കുന്നത്. അല്ല 88 വെച്ചിരിക്കുന്നത്. 188 വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഏകദേശം 92 വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, RPM ശലം കൂട്ടിയത്. 2 ആകുമ്പോൾ നല്ല പവറാണ് സാധനത്തിൽ. പിന്നെ കുഴപ്പമില്ല. നമ്മളെ ഇല്ലറ്റ് വരവില്ല, പ്രഷർ കൊടുക്കാം നമുക്കുള്ള. പിന്നെ ലെവലുണ്ട്, 4 ഉണ്ട്, വലിയ കുഴപ്പമില്ല. രാത്രിയാകുമ്പോൾ അവർ RPM കുറച്ച് വെച്ചിരിക്കുന്നു. അവരവിടെ ഇതുപോലെ RPM കുറച്ച് വെച്ചിരിക്കുന്നു. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഇരിക്കുന്നത് അത് തന്നെ, വേറെ പരിപാടിയൊന്നും. അപ്പോൾ ഗുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.